Hello guys, welcome to Cooking Diaries. നമ്മുടെ കുക്കിംഗ് ഡയറീസിൽ ആദ്യമായിട്ടാണ് ഞണ്ട് വെച്ചിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയുമായിട്ട് ഞങ്ങൾ എത്തുന്നത്. ഞണ്ട് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി റെസിപ്പികളുണ്ട്. അതിൽ ഞങ്ങൾ പരീക്ഷിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയ ഒരു ഐറ്റമാണ് ഞണ്ട് റോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞണ്ട് റോസ്റ്റിൻ്റെ വിശേഷങ്ങളാണ്. ഇതോ ഇതിൻ്റെ പേരാണ് ഞണ്ട്. ഞണ്ട് ക്രാബ് എനിക്കറിയില്ല, ഇത് കണ്ടിട്ടില്ലേ? നമുക്കിന്നത് ഇച്ചിരി വെറൈറ്റി ഐറ്റം ഉണ്ടാക്കട്ടോ. തിന്നൊക്കെ മോളെ ഏറ്റവും ടേസ്റ്റാണ് ഞണ്ടേ. അച്ചാറ് ടേസ്റ്റാണ് ഈ സാധനം. ആദ്യം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്യലൊരു ഹെവി ടാസ്ക്കാണ്, നമുക്ക് കുഴപ്പമില്ല, നോക്കാം. ഓക്കെ, അത് ഇതിൻ്റെ ഈ കാലും കയ്യൊക്കെ ഉണ്ടല്ലോ, ഇതിന് കാലാണോ കയ്യാണോ എന്താ പറയുന്നത് പഠിച്ചോണത്. ഇതൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സംഗതികളൊക്കെ പറിച്ചെടുക്കുക. ഓക്കെ, ഞണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആലോചിച്ചാൽ തന്നെ ആളുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് അതിൻ്റെ ക്ലീനിങ് പാർട്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ഞണ്ടിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന കൈയും കാലും ഒക്കെ ഒന്ന് പ്ലക്ക് ചെയ്ത് മാറ്റുക. സിമ്പിളായിട്ടൊന്ന് ഒടിച്ചു കൊടുത്താൽ തന്നെ പോരുന്ന സാധനമാണ് സംഭവം. ഇതൊരു ഹെവി ടാസ്ക്കാണ്, പക്ഷെ ഇത് ഉണ്ടാക്കി എടുത്താണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. തിന്നിട്ട് പറയണം ഇതിൻ്റെ അവസ്ഥ കേട്ടോ. ഇത് കഴിച്ചിട്ടില്ലല്ലോ, തിന്നണം മോളെ, ജാതി ടേസ്റ്റാണ്. നമ്മളെന്തേ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കണം, ഞണ്ട് റോസ്റ്റ്. ഓക്കെ, പോളി സാധനം. ഇത് തിന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരെ ഇതിൻ്റെ അഭിപ്രായം കേൾക്കാൻ കാത്തിക്കാണ്. ഓക്കെ, കിലുമ്പ എൻ്റെ ഇതെന്താ? ഞണ്ട്, എൻ്റെ പേരാണ് ഞണ്ട്. തിന്നാൻ രസമുണ്ടാവും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് അതിൻ്റെ കയ്യും കാലൊക്കെ നമ്മൾ എന്തായി പൊട്ടിച്ച് മാറ്റി വെച്ചു. ഇനി ഇതെങ്ങനെ ക്ലീൻ ചെയ്യാറിയോ? ഇതിൻ്റെ ഇവിടെ ഉണ്ട് ഇത് സാധനം കണ്ടോ, ഇങ്ങനെ പൊന്തിച്ച അതിൻ്റെ തോല് ഇങ്ങനെ പോരും, മനസ്സിലായോ? ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് നമുക്ക് ടാസ്ക്. കൈയും കാലൊക്കെ ഇങ്ങനെ പൊളിച്ചാൽ ഇതിൻ്റെ തോടിന് പോരുന്നുണ്ടാവും. ഇത് വേസ്റ്റാണ്. ഈ ചെകിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ കളയണം. ഓക്കെ, എൻ്റെ സാധനമുണ്ടോ ഇങ്ങനെ തോണ്ടി കൊടുത്താൽ ഇങ്ങനെ പോരും. ഓക്കെ, മുറിച്ചുകൊണ്ട് ഒന്ന് വലിച്ചാൽ തോട് കൊണ്ട് പോരും. ഓക്കെ, രണ്ടെണ്ണം തോല് വലിച്ചെടുത്തു. പിന്നെ എത്ര ഉണ്ട്? 1, 2, 3, 4 ഉണ്ട്. പിന്നീട് അതിൻ്റെ ചെകിളകളും വേസ്റ്റുകളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം, വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് വയറുവേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിച്ച് വളരെ വൃത്തിയായിട്ട് ടൈം എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ചോളും.
ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ അതിനുള്ളിൽ മസാല ഒക്കെ നന്നായിട്ട് ഇറങ്ങും. ഹെവി ടാസ്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ലോണം വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ വേസ്റ്റ് കംപ്ലീറ്റ് കഴുകി കളയണം കേട്ടോ, അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവും. അപ്പോൾ കഴുകി വരും. അപ്പോൾ നമ്മളെ ഞണ്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ല കിടുക്കാച്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ഞണ്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിൽ ജസ്റ്റ് നമ്മളെ മഞ്ഞൾ, മുളക്, കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് ഉപ്പ്, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുക. ഞങ്ങൾ 1 കിലോ ഞണ്ടാണ് എടുത്തത്. 1 കിലോ ഞണ്ട്, അതിലേക്കൊരു 3 സവോള, വലിയ സവോള ഒരു 3 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഞണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് നമ്മളൊരു പാത്രത്തിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച സാധനങ്ങളുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ സാധനം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചതവിൻ്റെ പച്ചമണക്കം മാറി ഏകദേശം ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് 2 ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചതവിൻ്റെ പച്ചമണക്കം മാറി ഒരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ഞണ്ടെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 3 മിനിറ്റോളം ഒന്നിങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മളെ ഞണ്ടിൻ്റെ ഒരു പച്ച ഞണ്ടിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി നല്ലൊരു ഫ്ലേവറിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും. കിടിലൻ സ്മെല്ലാണ്. അപ്പോൾ അതോടുകൂടി അതിൻ്റെ ഞണ്ടിൻ്റെ പഴയ പച്ചമണമൊക്കെ ഒന്നും മാറി കിട്ടും. അപ്പോൾ നമ്മൾ ഞണ്ട് ഏകദേശം ഒരു ഫ്രൈ പരുവത്തിലായി. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ഞണ്ട് റോസ്റ്റിനുള്ള അതിൻ്റെ മസാല തയ്യാറാക്കാം. ഞങ്ങൾ 1 കിലോ ഞണ്ടാണ് എടുത്തത്. 1 കിലോ ഞണ്ട്, അതിലേക്കൊരു 3 സവോള, വലിയ സവോള ഒരു 3 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ അതിൻ്റെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയോടെ ചേർത്തിട്ട് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവോള ഏകദേശം ഈ പരുവത്തിലായപ്പോൾ നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴറ്റി ഏകദേശം ഈ പരുവത്തിലായി. നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി,
ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഏകദേശം മിക്സായി. ഇനി അല്പം തക്കാളി ചേർത്ത് കൊടുക്കുക. നമ്മൾ 2 മീഡിയം സൈസുള്ള 2 തക്കാളി എടുത്തിട്ടുള്ളത്. 2 തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് തക്കാളിൻ്റെ പച്ചമണക്കം മാറി ഒന്ന് ഉടയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റിനുള്ള മസാല ഏകദേശമൊക്കെ റെഡിയായി വരികയാണ്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് അടിപൊളിയായി. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചുടുവെള്ളമാണ് നല്ലത്. ചുടുവെള്ളം ഒഴിച്ചുകൊണ്ട് മസാല ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. ശേഷം നമ്മുടെ നേരത്തെ അല്പം ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നല്ല നമ്മൾ ഞണ്ട് ഏകദേശം ഇങ്ങനെ ആയി തുടങ്ങിയിട്ടാണ്. നല്ല ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഏകദേശം ഇങ്ങനെ വേവായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നല്ല ക്രഷ് ചെയ്ത് നാടൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗരം മസാല കുറച്ച് ചേർത്താൽ മതി. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയ്ക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ചങ്കളെ ഇതാണ് നമ്മളെ ഞണ്ട് റോസ്റ്റ്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാട്ടോ. ഏകദേശം വെന്തൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചോറായാലും പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും ഇതിൻ്റെ കൂടെയൊക്കെ ഒരു അടാർ കോമ്പിനേഷനാണ് ഈ ഞണ്ട് റോസ്റ്റ്. ഇത് കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നവരൊക്കെ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ആർക്കൊക്കെ നോക്കാമല്ലോ. ഞങ്ങളേതായാലും ഇത് വെച്ചിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചു. ഒരു രക്ഷയില്ല. അടാറ് ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ വല്ല ഉപ്പങ്ങൾക്കൊക്കെ തിരിഞ്ഞോ? ഒന്നുമില്ല. വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.